മെട്രോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ സ്പിരിച്വൽ ലോസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ ലോസ് ഇതുവരെയും പഠിച്ചു. ദ ലോ ഓഫ് തോട്ട്സ്, ലോ ഓഫ് കൺഫെഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് റെക്കഗ്നിഷൻ, ലോ ഓഫ് പ്രോസസ്. 5 എണ്ണമാണ് നമ്മൾ ഇതുവരെയും പഠിച്ചത്. ഇന്ന് ദൈവം അനുവദിക്കുകയാണെങ്കിൽ 2 എണ്ണം നമുക്ക് തീർക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിരിക്കുന്നത്. 2 എണ്ണം നമുക്ക് തീർക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെയ്യുന്നത് ലോ ഓഫ് സോയിങ് ആൻഡ് റീപ്പിംഗ്, വിതയുടെയും കൊയ്ത്തിൻ്റെയും ഉള്ള ഒരു എപ്പിസോഡാണ് ഇപ്പം നമ്മൾ തുടങ്ങുന്നത്. അത് തീർന്ന് അത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒന്നും കൂടി എന്നോട് ചേർത്തെടുക്കാം. നമുക്ക് ഒരു വാക്യം ആദ്യം വായിച്ച് തന്നെ തുടങ്ങാം. ഇതിനകത്ത് ഗലാത്യർ 6:7 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. 8ാം വാക്യത്തിൽ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അത് 7, 8 വാക്യങ്ങളാണ്. നമ്മൾ വിതയ്ക്കുന്ന സാധനം എന്താണ്? നമുക്ക് എന്ത് വേണമെങ്കിലും വിതയ്ക്കാം. വേർഡ് ഓഫ് ഗോഡ് വിതയ്ക്കാം, അല്ലേ? ദൈവവചനം വിതയ്ക്കാം, പണം വിതയ്ക്കാം, സീഡിനെ വിതയ്ക്കാം. അതുപോലെ പ്ലാന്റുകളില്ലേ, പ്ലാന്റിനെ ഇപ്പം ബഡ് ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തും അതും വിതയാണല്ലോ, അത് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും എന്തിടുന്നു നമ്മൾ എപ്പോഴും വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൊയ്ത്ത് എപ്പോഴെങ്കിലും ഉണ്ടാവും. വിതയ്ക്കുന്നതിൻ്റെ കൊയ്ത്ത് എപ്പോഴെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ഒരിക്കൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ഫലം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ഒരിക്കൽ വരികയല്ല, പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അതാണ് വിതയും കൊയ്ത്തിൻ്റെയും ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയാം. നിങ്ങൾ വിതയ്ക്കുന്നത് ഏത് രീതിയിലാണ്, ആ രീതിയിലാണ് നിങ്ങൾ കൊയ്യുന്നത്. അളവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ലൂക്കോസ് 6:38 കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അതുകൊണ്ട് നമ്മുടെ വിതയ്ക്കുന്നത് ഏതളവിലാണ് അതേ അളവിലാണ് കൊയ്ക്കുക. മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ് ഈ വിത കൊയ്ത്ത് എന്നൊക്കെ പറയുന്നത്. ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ്. ഈ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലും ഇതുപോലെ ഉണ്ട്. സാർശ്യവാക്യം 18:24 വളരെ സ്നേഹിതന്മാരുള്ളവർ മനുഷ്യന് നാശം വരും, എന്നാൽ സഹോദരന്മാരെക്കാളും പറ്റുള്ള സ്നേഹിതന്മാരും ഉണ്ട്. സ്നേഹിതന്മാരുടെ കൂട്ടത്തിലും ഇത് തന്നെയാണ്. സ്നേഹിതന്മാരെ ഒരുപാട് ഉണ്ടാക്കുന്നവർ. നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും. അതാണ് ആദ്യം നമ്മൾ തുടങ്ങിയത് ഗലാത്യർ 6:7. മൊർദെഖായിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എസ്തേറിൻ്റെ ബുക്കിൽ ഒരിക്കൽ അവൻ ഗേറ്റിലിരിക്കുമ്പോൾ 2 മനുഷ്യർ രാജാവിനെ കൊല്ലുവാനുള്ള പദ്ധതി ഉണ്ടാക്കി. അപ്പോൾ അവനെ താക്കീത് ചെയ്തു. എന്നാൽ അതിൻ്റെ റിവാർഡ് അവനെയും യഹൂദന്മാരുടെ വിടുതലിൽ നിന്നും പിന്നീട് രക്ഷിച്ചതായിട്ട് കാണും. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് രാജാവ് മനസ്സിലാക്കി അവനെ ബഹുമാനിക്കുകയും അവൻ നേരത്തെ വിതച്ചിരുന്ന കാര്യം ഇപ്പോഴും കൊയ്യാനായിട്ട് ഇടവന്നായിട്ട് കാണും. യോനാഥാൻ ശൗലിനോട് ചേർന്നില്ല, ദാവീദിന് എതിരായിട്ട് പ്രവർത്തിച്ചില്ല. യോനാഥാൻ മരിച്ചപ്പോൾ അവൻ്റെ മുടന്തനായ മകൻ മെഫീബോസെത്ത് രാജാവ് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുന്നതായി കാണും. ഇതെല്ലാം ബൈബിളിലെ എക്സാമ്പിളാണ്. വിതച്ചത് കൊയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ്. അബീഗേൽ നാബാലിൻ്റെ സൈഡിൽ കൂടിയില്ല. ദാവീദിനെ ദ്വേഷിക്കാതെ അവൻ ആവശ്യമുള്ളത് ചെയ്തു കൊടുത്തു. നാബാൻ പെട്ടെന്ന് മരിച്ചു, എന്നാൽ ദാവീദ് അബീഗേലിനെ ഭാര്യയായി എടുക്കുന്നു. ഷീ ബിക്കെയിം ദ ക്യൂൻ. അവൾ ക്യൂനായി തീർന്നു. കാരണം എന്താണ്? ഷീ പ്ലാന്റഡ് ഗുഡ് സീഡ്സ്. നല്ല സീഡ് അവൾ പ്ലാന്റ് ചെയ്തു. നേരത്തെ നമ്മൾ വായിച്ച് ഗലാത്യർ 6:8 2 തരം വിതയെക്കുറിച്ച് പറയുന്നുണ്ട്. സോയിങ് ഇൻ ഫ്ലഷ്, ജഡത്തിൽ വിതയ്ക്കുന്നത്; സോയിങ് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ വിതയ്ക്കുന്നത്. ജഡത്തിൽ വിതയ്ക്കുന്ന ഈവിൾ ഡിസേഴ്സ്, ആത്മാവിൽ വിതയ്ക്കുന്ന ഗോഡ്ലി ഡിസേഴ്സ്. ഈ പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മൾ വാക്കുകളിൽ കൂടി വിതയ്ക്കുന്നത്. നേരത്തെ നാവിനെക്കുറിച്ച് പറഞ്ഞതാണ്, കൺഫെഷനെക്കുറിച്ച്.
നാവുകൊണ്ട് പറയുന്നതിൻ്റെ ഉത്തരം നമുക്ക് വന്നു ചേരും. അനുഗ്രഹവും ശാപവും എന്ന് നേരത്തെ പറഞ്ഞാണ്. അതുപോലെ തന്നെ വിതയും കൊയ്ത്തും തമ്മിലും ഒരു ഗ്യാപ്പുണ്ട്. പ്രത്യേകം ഓർക്കുക, വിതച്ചാൽ ഉടനെ കൊയ്യത്തില്ല, അതിന് സമയമുണ്ട്. ഇപ്പം ഇന്നങ്ങോട്ട് വിത്തിട്ടാൽ നാളെ തന്നെ ഹാർവെസ്റ്റ് കിട്ടത്തില്ല. അത് വരാനായിട്ടൊരു സമയമുണ്ട്. ഈ സഭാപ്രസംഗി 8:11 ദുഷ്പ്രവർത്തിക്കാർക്ക് ഉള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായി കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. അത് ഇവിടെ ഒരു ടൈം ഗ്യാപ്പുണ്ട്. പെട്ടെന്ന് ശിക്ഷ വരണമെന്നില്ല. കാരണം അവരിലെ അനുതാപം വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ പലപ്പോഴും പറയത്തില്ല, ദുഷ്ടനങ്ങ് ദുഷ്ടത ചെയ്ത് എന്താ ദൈവം അവരെ ശിക്ഷിക്കാത്തതാണ്. ഇല്ല, അവരിലെ അനുതാപം വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ശിക്ഷ വരണമെന്നില്ല. നമ്മൾ കൊയ്യുന്നതും നല്ല കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ റിപ്ലൈ പെട്ടെന്ന് വരത്തില്ല, ഗ്രാജുവലേ വരുള്ളൂ. തിന്മ ചെയ്യുമ്പോഴും അതുപോലെയാണ്. റോമർ 2:6-11 വരെ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിന് കഷ്ടതവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനും വരും. ദൈവത്തിൻ്റെ പക്കൽ മുഖവശമല്ലല്ലോ. സോ ഗോഡ് ഈസ് നോട്ട് എ റെസ്പെക്ടർ ഓഫ് പേഴ്സൺ. ദൈവം പേഴ്സൺസിനെ റെസ്പെക്ട് ചെയ്യല്ല. സ്പിരിച്വൽ ലോ ആണ് സോയിങ് ആൻഡ് റീപ്പിംഗ്. എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. കൊയ്ത്ത് ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈമിൽ വരുന്നു. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 8:22 പറയുന്ന പോലെ ഭൂമി ഉള്ള കാലത്തോളം വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും നിന്നു പോകുകയില്ല. ഈ നിയമം വർക്ക് ചെയ്യുന്നതിൽ നാം വഞ്ചിക്കപ്പെടരുത്. കാരണം അഴുക്കായിട്ടുള്ള വിത്ത് വിതച്ചിട്ട് നല്ല വിള കിട്ടുമെന്ന് ആരും വിചാരിക്കുന്നു. ഇതിൽ നിന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകും, തിന്മ ചെയ്താൽ നരകത്തിൽ പോകും. ഇങ്ങനെയുള്ള ചിന്ത ഇതിൽ നിന്ന് വരുന്നുണ്ട്. ദാറ്റ് ഈസ് റോങ്. തെറ്റാണ്. ഹെവൻ ഈസ് ഗോഡ്സ് പ്ലേസ്. അവിടെ പോകാനും ഒക്കെ ദൈവത്തിൻ്റെ ഒരു സ്ഥലമാണ് ഹെവൻ. അവിടെ പോകാൻ, അവിടെ സിറ്റിസൺ ആകാനും ഒക്കെ ചില നിയമങ്ങളുണ്ട്. അതൊരു ജനറൽ പ്രിൻസിപ്പിൾസാണ്. ഈ പറയുന്ന സോയിങ് ആൻഡ് റീപ്പിങ്ങിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസാണ്. പണത്തിൻ്റെ കാര്യത്തിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കൊടുക്കും തോറും ഏറിടും. ദൈവത്തിന് ഓഫറിങ് കൊടുക്കുന്ന ഹാബേൽ ഏറ്റവും നല്ല ഓഫറിങ് കൊടുത്തെന്ന് എബ്രായർ 11:4 പറയുന്നു. ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയല്ല കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ ലവ് ഫോർ ക്രൈസ്റ്റ്. കർത്താവിനുള്ള സ്നേഹത്തിലാണ്, അവനുള്ള വിശ്വാസത്തിലാണ്, അവൻ്റെ വചനത്തിന്മേലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ദൈവം അത് മൾട്ടിപ്ലൈ ചെയ്ത് തരുന്നുണ്ടാവും. അവൻ്റെ വചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടാവും. God is one who gives us the power to make wealth. ദൈവമാണ് നമുക്ക് ശക്തി തരുന്നത്. എന്താണ്? പണം ഉണ്ടാക്കാനുള്ള ശക്തി തരുന്നു. ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാണ്. അബ്രാമിന് പോലും സമ്പത്ത് ദൈവത്തിൽ നിന്ന് വന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ റിസോഴ്സസ് നമ്മൾ ഷെയർ ചെയ്യണമെന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 9:6 ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുകയും. അതുകൊണ്ട് നമ്മൾ വിതയ്ക്കുന്നതിൻ്റെ അളവനുസരിച്ച് നമ്മൾ കൊയ്യുന്നത്. നമ്മുടെ റിസോഴ്സ് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം അതങ്ങനെയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ എടുക്കാറുണ്ടോ? പല ആളുകളും ഇന്നും ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതലില്ല. കാരണം എന്താണ്? ദേ ഡോണ്ട് നോ ഹൗ ടു അട്രാക്ട് മണി. ഈ മണി അട്രാക്ട് ചെയ്യാനായിട്ട് എന്താണ് എന്നുള്ള അവർക്ക് അറിയത്തില്ല. നമ്മുടെ ഡെസ്റ്റിനി പോലും ഇത് വെച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മറന്നുപോകാൻ. വി ക്യാൻ ചേഞ്ച് അവർ ഡെസ്റ്റിനി ത്രൂ ദിസ് ലോ. ഇതുമായിട്ട് ചേർന്ന് വേറൊരു നിയമം കൂടെ എന്നോട് പറയാം. കൊയ്ത്തും വിതയുടെ നിയമമാണ് പറഞ്ഞ്. ഇതിനോട് ചേർന്ന് തന്നെ ദ ലോ ഓഫ് സീഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ചിന്തയും കൂടെ ഉണ്ട്. ലോ ഓഫ് സീഡ് ഫെയ്ത്ത്. അത് അടുത്തൊരു ലോയാണ്. ശരിക്കും നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് പറയുകയാണ്. ഈ നിയമം വിതയുടെയും കൊയ്ത്തിൻ്റെയും നിയമത്തോട് അടുത്തിരിക്കുകയാണ്. എന്നാൽ ചില വ്യത്യാസമുണ്ട്. ഈ നിയമം ചില പ്രത്യേക ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ നമ്മെ വിടുവിക്കുന്നതാണ്.
നമ്മൾ തടസ്സപ്പെട്ടിരിക്കുന്ന യാതൊരു രീതിയിലും അനങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയിൽ, സകലവും പ്രതികൂലമായ അവസ്ഥ, അവിടെ നമ്മൾ ഒരു വിശ്വാസ വിത്ത് വിതച്ചാൽ അത് മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരും. അതാണ് ദ ലോ ഓഫ് സീഡ് ഫെയ്ത്ത്, വിശ്വാസ വിത്ത്. നമ്മൾ വിത്തിനെ കുറിച്ച് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1:11 ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, മുളച്ചു വന്നു. എവരി സീഡ് റീപ്രൊഡ്യൂസ് ആൻഡ് മൾട്ടിപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് ഇറ്റ്സ് കൈൻഡ്. നമ്മൾ ഏത് കൈൻഡ് സീഡാണ് വിതയ്ക്കുന്നത് അതാണ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. നമ്മൾ പണം വിതയ്ക്കുമ്പോൾ അത് ധാരാളമായി മൾട്ടിപ്ലൈ ചെയ്യും, ഗുണിതങ്ങളായി തിരികെ വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് ഉത്തരം വരും. അതാണ് ഫോർ ദ സെയിം മെഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാണ് ലൂക്കോസ് 6:38. വാട്ട് വി ഗെറ്റ് ബാക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട് വി ഗീവ്. നമ്മൾ കൊടുക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. വിതയുടെയും കൊയ്ത്തിൻ്റെയും നിയമം ഈ നിയമവുമായിട്ട് വ്യത്യാസമുണ്ട്. വിതയുടെയും കൊയ്ത്തിൻ്റെയും നിയമത്തിൽ കൊയ്ത്ത് ദൈവം തൻ്റെ ബുദ്ധിയിലും വിധിയിലും തരുന്നതാണ്. ദൈവം തൻ്റെ ബുദ്ധിയിലും വിധിയിലും തരുന്നതാണ് കൊയ്ത്ത്. എന്നാൽ ഈ സീഡ് ഓഫറിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൊയ്ത്തിന് വേണ്ടിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്രത്യേക കൊയ്ത്തിന് വേണ്ടിയാണ്. അത് എന്തിനു വേണ്ടി വിതച്ചു അതിനു വേണ്ടിയാണ് കൊയ്ത്തുണ്ടാകേണ്ടത്. അത് ഉത്തരമായി വന്നു ചേരും. അവിടെ വിശ്വാസം ആവശ്യമാണ്. പണം എന്നത് ഈ ലോകത്തിലെ ജീവിതത്തിന് ആവശ്യമാണ്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രമൊക്കെ ആവശ്യമാണ്. എന്നാൽ വിശ്വാസമില്ലാതെ ഈ പണം കൊടുക്കാനായിട്ട് ആർക്ക് സാധ്യമല്ല. വിശ്വാസത്തോട് കൊടുക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം വന്നു ചേരുകയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. വിശ്വാസമില്ലാതെ അത് കൊടുത്താൽ ഒരു കാര്യവുമില്ല. വിശ്വാസത്തോട് കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു അത്ഭുതം വന്നു ചേരുന്നത്. അതുകൊണ്ട് അവിടെ കൊടുക്കുന്നു എന്നതിനേക്കാൾ അവിടെ വിശ്വാസമാണ് അത്ഭുതത്തിനായിട്ട് മാനിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഒരു സാക്രിഫിഷ്യൽ സീഡ് ഈസ് ദ വൺ ദാറ്റ് ഈസ് സോൺ ഔട്ട് ഓഫ് നീഡ്, നോട്ട് ഇൻ അബണ്ടൻസ്. ത്യാഗത്തോട് വിതയ്ക്കുന്ന വിതയാണ് ഈ സീഡ് ഓഫറിങ് എന്ന് പറയുന്നത്. സാക്രിഫിഷ്യൽ ഗിവിങ് ബ്രിങ് അറ്റൻഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു അറ്റൻഷൻ ഈ ത്യാഗത്തോട് കൊടുക്കുന്നതിലുണ്ടാവും. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 41 തൊട്ട് 44 വരെ 2 കാശിട്ട വിധവയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം മാനിച്ചു. അവളെ ഇല്ലായ്മയിൽ നിന്ന് അവൾ ഇട്ടു, അത് ദൈവം മാനിച്ചതായിട്ട് പറയുന്നു. 1 ദിനവൃത്താന്തം 21-24 ദാവീദ് രാജാവ് ദൈവത്തിന് യാഗപീഠത്തിന് വില കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാനതൊന്നും എടുത്ത് വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. നിങ്ങളത് വായിക്കുക, നോട്ട് ചെയ്ത് വെച്ച് വായിക്കുക. അത് ഒരു ഫ്രീ ആയിട്ട് വേണ്ട, ദൈവത്തിന് യാഗപീഠത്തിന് എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട എന്ന് പറഞ്ഞു. എ സാക്രിഫിഷ്യൽ സീഡ് വിൽ കോസ്റ്റ് യു. അന്നേരം ഒരു എന്താ ത്യാഗത്തോടുള്ള ഒരു വിത്താണത്. എ സാക്രിഫിഷ്യൽ സീഡ്. ദർ ഈസ് പവർ ഇൻ സാക്രിഫൈസിങ് ടു ഗോഡ്. ദൈവത്തിന് സാക്രിഫൈസ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ പവറുണ്ട്. 1 രാജാക്കന്മാർ 3:4-5 വരെ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ എന്ത് വേണമെന്ന് ചോദിക്കുന്നു. നോക്കി, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഓഫറിങ്. ഒരു സ്ത്രീ വന്ന് വളരെ വിലപിടിപ്പുള്ള സ്വച്ഛജട മാംസ തൈലം യേശുവിൻ്റെ കാലിൽ പുരട്ടി. യേശു എന്താ പറഞ്ഞത്? ഈ എല്ലാവരെയും അറിയും. ചില ആളുകളോട് കൂടിയെന്ന് പറഞ്ഞ് ഇതൊരു വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. യേശു എന്താ പറഞ്ഞ്? ഇറ്റ് ഈസ് എ സാക്രിഫിഷ്യൽ സീഡ്. അവൾ മുഴുവൻ കൊടുത്തു, ദൈവത്തിന് കൊടുത്തു. അതുകൊണ്ട് അവളുടെ കൂടുതൽ പാപങ്ങൾ മോചിച്ചു. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. ഹി വാസ് ഗിവിങ് സാക്രിഫൈസ് ഓഫ് ഹിസ് സൺ ഐസക്. ജനസിസ് ഉൽപ്പത്തി പുസ്തകം 22:16-18 വരെ ദൈവത്തിന് അബ്രഹാമിനോട് ഉടമ്പടി വീണ്ടും പുതുക്കുകയാണ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നമ്മുടെ ചില സ്പെസിഫിക് ആയിട്ടുള്ള സീഡ് ഓഫറിങ് ചില പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവത്തിന് അർപ്പിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം വലുതാണ്. പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ നേർച്ചകളെ ഞാൻ സർവ്വജനവും കാണുക കഴിക്കും. നമ്മുടെ ക്രൈസിസിലെ ഈ സീഡ് ഓഫ് ഫെയ്ത്ത് വിതയ്ക്കുക. 1 ശമൂവേൽ 1:11 ഹന്ന പ്രാർത്ഥിച്ചു, എനിക്കൊരു മകനെ തന്നാൽ ഞാൻ ദൈവത്തിന് സമർപ്പിക്കും.
ശമൂവേൽ പ്രവാചകൻ വന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ആദ്യത്തെ പ്രവാചകൻ അനേകം ആളുകൾ അനുഗ്രഹിക്കപ്പെട്ടു. അവനാണ് ദാവീദിനെ അഭിഷേകം ചെയ്ത് ആ തലമുറയിലാണ് യേശു വന്നത്. പഴയ നിയമത്തിലെ സാരാഫത്തിലെ വിധവ അവസാനം കഴിക്കാനിരിക്കുന്ന ഭക്ഷണം അത് പ്രവാചകന് കൊടുത്തു. അവളെയും മകനെയും ആ ക്ഷാമകാലത്തിൽ ദൈവം സൂക്ഷിച്ചു അല്ലേ. സീഡ് ഓഫറിങ്. യേശുവിൻ്റെ സന്നിധിയിലെ 5 അപ്പവും 2 മീനും അവൻ കഴിക്കാൻ കൊണ്ടുവന്ന ആ പയ്യൻ കഴിക്കാൻ കൊണ്ടുവന്ന അതവന് കൊടുത്തു. സീഡ് ഓഫറിങ്. 5000 പേര് എന്ന് എഴുതിയിരിക്കുന്നത്, അതിനകത്ത് ഒരുപാട് പേരുണ്ടോ, ഞാൻ മനസ്സിലാക്കുന്ന 10-20,000 പേര് കാണും. 5000 പേര് ഭക്ഷണം കഴിക്കും. നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദ്യം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കുള്ളത് ആ സീഡ് ഓഫറിംഗ് ആയി സമർപ്പിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം നടത്തിത്തരും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. 2 ലോ കൺക്ലൂഡ് ചെയ്യട്ടെ. 2 ലോ ആണ് സംസാരിച്ചത്. ഒന്ന്, ദ ലോ ഓഫ് സോയിങ് ആൻഡ് റീപ്പിംഗ്. എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്യും. അതൊരു നിയമമാണ്. ആ നിയമം ബിബ്ലിക്കൽ നിയമമാണ്, ഒരു സ്പിരിച്വൽ ലോ ആണ്. 2ാമത്, ദ ലോ ഓഫ് സീഡ് ഓഫറിങ്, സാക്രിഫിഷ്യൽ ഓഫറിങ്. ദൈവത്തിൻ്റെ സന്നിധിയിലെ ഒരു പർപ്പസിന് വേണ്ടി ഒരു സീഡ് ഓഫറിങ് കൊടുത്താൽ, ഇത്രയും എക്സാമ്പിൾസ് ഞാൻ ബൈബിളിൽ നിന്ന് പറഞ്ഞു. ഗോഡ് ഈസ് ഗോയിങ് ടു ബ്ലസ് യു. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി ദൈവം ആ സീഡ് ഓഫറിങ്ങിൽ കൂടി നിങ്ങളെ ബ്ലസ് ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം നടത്തിത്തരും. ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോഴേ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഫൈനാൻസ്, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ കഴിവുകളെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആർക്കും കടക്കാരനല്ല. അത് 30, 60, 100 മേനി ഫലം കഴിക്കാനായിട്ട് ഇടവരും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് ബ്ലസ് ചെയ്യുമെന്ന് നമ്മൾ മറന്നുപോകരുത്. അത് ഏത് രീതിയിലാകാം. നിങ്ങൾ കൊടുക്കുന്ന ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്ന സീഡ് ഓഫറിങ് പോലെയാകാം. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ധനത്തിൻ്റെ ഭണ്ഡാരം അല്ലെങ്കിൽ ആ പാത്രം അത് ഒഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനകത്ത് നിറയ്ക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ ഫുള്ളായി ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നൊന്നും ഇടാൻ പറ്റത്തില്ല. അത് എത്ര നിങ്ങൾ എംറ്റി ചെയ്യുന്നു അതനുസരിച്ച് അത് റീഫിൽ കൊണ്ടിരിക്കും. അതൊരു പോളിസിയാണ്, ദൈവത്തിൻ്റെ ഒരു പോളിസിയാണ്. അതാണ് വിതയ്ക്കുന്നത് കൊയ്ത് വരുന്നത്. കളപ്പുരകൾ സമൃദ്ധിയിൽ നിറയുന്നതാണ്. നിങ്ങൾ എത്രയും വിതയ്ക്കുന്നു അത്രയും നിങ്ങൾ കൊയ്യും. എത്രയും നിങ്ങൾ സീഡ് ഓഫറിങ് കൊടുക്കുന്നു അത്രയും നിങ്ങൾ പർപ്പസ് നിങ്ങളുടെ മീറ്റ് ചെയ്യും. നിങ്ങൾ ഇതുവരെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കൊടുക്കാൻ നോക്കുക, നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി പ്രാപിക്കുന്നത് 100% ഉറപ്പോടുകൂടി ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങളൊന്ന് കൊടുക്കാൻ നോക്കുക. ഒരിക്കലും ദാരിദ്ര്യത്തിലോ ഒരിക്കലും നിങ്ങൾ പട്ടിണിയിലോ പോവുകയില്ല. എത്രയോ പാവപ്പെട്ടവർ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുന്നതല്ലേ, ദൈവത്തിൻ്റെ വലിയ വലിയ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നമുക്ക് കാണാം. അതുകൊണ്ട് നിങ്ങളുടെ പണം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോഴേ ആ സ്പിരിറ്റ് ഓഫ് മാമോൻ അതിനകത്ത് വസിക്കുന്നുവെന്ന് മാറി ദൈവത്തിന് യൂസ്ഫുള്ളായി തീരുവാനായിട്ട് ദൈവം ഇടവരുത്തും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇന്ന് ഞങ്ങൾ 2 ലോസ് പഠിച്ചല്ലോ. കർത്താവെ, ലോ ഓഫ് റീപ്പിംഗ്, സോയിങ് ആൻഡ് റീപ്പിംഗ്, ലോ ഓഫ് സീഡ് ഓഫറിങ്, ഇത് 2 ഞങ്ങൾ പഠിച്ചല്ലോ. കർത്താവെ, ഇത് 2 ഞങ്ങളുടെ പ്രൊഡ്യൂസ്, ഞങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടിയുള്ള ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് വിതയ്ക്കുവാൻ, ഈ ദിവസങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ വിതയ്ക്കുവാൻ, സെപ്പറേറ്റ് ചെയ്യുവാൻ ഞങ്ങളുടെ റിസോഴ്സസിനെ സഹായിക്കണമേ, ഇടവരുത്തണമേ. നീ എന്താണ് തരുന്നത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷകൾ അനേക സ്ഥലങ്ങളിൽ നടക്കുവാൻ ഇതൊക്കെ കാരണമായി തീരുകയും സഹായിക്കുകയും ചെയ്യണം. നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ പണത്തെ സബ്മിറ്റ് ചെയ്യുമ്പോഴേ ഞങ്ങളെ മുഴുവനായിട്ട് നിനക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ തെളിവായി അതൊരു സമർപ്പണമായി തീരുവാൻ കർത്താവ് കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ മേഖലകളിലെ വലിയ സമൃദ്ധി ദിവസങ്ങളിലെ ഈ കാണുന്നവർക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലുള്ള ഫൈനാൻഷ്യൽ ഡെലിവറൻസ് ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ മുട്ടുണ്ടോ അതൊക്കെ ദൈവം തീർത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഈ ശുശ്രൂഷ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം.
പ്രത്യേകിച്ചും കർത്താവ് ദൈവ നേരത്തെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലെ 60 പാസ്റ്റേഴ്സോളം 7 സ്റ്റേറ്റുകളിൽ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ 10 സ്റ്റേറ്റിലേക്കുള്ള ഒരു പ്രയാണത്തിൽ ഞങ്ങൾ പോവുകയാണ്. 100 പാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവം നടത്തുമെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങൾ ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിഷയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഫോൺ വിളിച്ച് പറയുകയോ വോയിസ് മെസ്സേജ് ഇടുകയോ ചെയ്താൽ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ വിളിക്കുമ്പോഴേ ദയവായിട്ട് രാത്രി 10 മണിക്ക് ശേഷം വിളിക്കാൻ ഓർപ്പിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ താല്പര്യമുള്ളവരെ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.